നമുക്കൊരു ബ്രൗണി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രൗണിയാണിത്. എന്നാൽ ഇത് വളരെയേറെ ടേസ്റ്റിയുമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. പിന്നെ ഒരു ഹാൻഡ് മിക്സറും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ട്രേയിൽ ഇതുപോലെ ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് പ്രഷർ കുക്കറിൽ ചെയ്യാനും ഒന്ന് ഓവനിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഞാൻ കൺവെക്ഷൻ മോഡിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കൺവെക്ഷൻ മോഡിൽ വെച്ചതിന് ശേഷം 180 ഡിഗ്രിയിൽ ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. കേക്കിനും ബ്രൗണിക്കും ഒക്കെ ഒരു 180 ഡിഗ്രി ചൂട് മതിയാവും. ഇതിന് 10 മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. കൂടുതൽ സമയം വേണ്ട, ഒരു 10 മിനിറ്റ് മാത്രം പ്രീഹീറ്റ് ചെയ്താൽ മതി. ഇതിവിടെ പ്രീഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കർ റെഡിയാക്കി എടുക്കാം. കുക്കറിലേക്ക് അല്പം ഉപ്പിട്ടതിന് ശേഷം ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് അത് അടച്ച് വെച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. കുക്കർ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അത് രണ്ടും പ്രീഹീറ്റ് ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടുകയാണ്. ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ ആഡ് ചെയ്യാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മുഴുവനായിട്ട് ബട്ടറാണ് വേണ്ടതെങ്കിൽ 1/2 കപ്പ് ബട്ടർ എടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഇത് മൂന്നും കൂടി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസൊക്കെ കറക്റ്റായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അതിൽ കറക്റ്റ് ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ ഇതിങ്ങനെ ബീറ്റ് ചെയ്യണം. സൈഡിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് താഴോട്ടേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി സ്പീഡ് കൂട്ടി മിക്സ് ചെയ്യാൻ പാടില്ല. ചെറിയ സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡറും മൈദയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്യാൻ. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ചായിട്ട് ഇതിലേക്ക് ചേർക്കാം. ഒറ്റയടിക്ക് മുഴുവൻ ചേർക്കരുത്. 1/4 കപ്പ് മൈദപ്പൊടി 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി. 1 കപ്പ് പഞ്ചസാരക്ക് 1/4 കപ്പ് മൈദപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്യാൻ. മൈദ ഞാൻ മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 1/3 കപ്പ് വാൾനട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പ് വേണമെങ്കിൽ അത്രയും എടുക്കുക. ഇതിപ്പോൾ 1 കപ്പിൻ്റെ 1/3 ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 1/3 കപ്പ്. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വാൾനട്ട് എടുത്തുന്നേ ഉള്ളൂ. കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ പിസ്ത അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഓവനിൽ വെക്കുന്ന ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ട്രേ ആണ് വലുത്. അതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇത് ഓവനിലേക്ക് മാറ്റുകയാണ്. ഇത് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 25 മിനിറ്റാണ് 180 ഡിഗ്രിയിൽ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം ആയിട്ടുണ്ടോയെന്ന്.
ഇനി മറ്റേ ട്രേയിലേക്ക് ബാക്കിയുള്ളത് ഒഴിച്ച് ഞാൻ കുക്കറിലേക്ക് വെക്കാൻ പോവാണ്. ഇത് പ്രഷർ കുക്കറിലേക്ക് വെക്കാം. ഇത് വളരെ നേരിയൊരു ബ്രൗണിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പ്രഷർ കുക്കറിൽ വെച്ചിരിക്കുന്ന ബ്രൗണി റെഡി ആവുമായിരിക്കും. ഓവനിൽ വെച്ച ബ്രൗണി ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് മാത്രമേ ആവശ്യം വന്നുള്ളൂ ഇത് വേവാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വെച്ചത് 12-13 മിനിറ്റോളം എടുത്തു. ഇത് രണ്ടും തണുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബ്രൗണി ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. പ്രഷർ കുക്കറിലും നിങ്ങൾക്ക് ഇതേ കട്ടിയിൽ തന്നെ ബ്രൗണി ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനേക്കാളും വണ്ണത്തിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ബാറ്റർ കുറഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് അതിൽ നേരിയ ബ്രൗണി ഉണ്ടാക്കിയത്. പ്രഷർ കുക്കറിൽ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കട്ടിയിൽ തന്നെ ഉണ്ടാക്കാമായിരുന്നു. എനിക്കിത് രണ്ടും കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രൗണി ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയതും കട്ട് ചെയ്യാം. രണ്ടിലും ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ബ്രൗണിയാണ്. എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കാം. രണ്ട് വിധത്തിൽ ഉണ്ടാക്കിയാലും നമ്മുടെ ബ്രൗണി അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതിലെ സൗകര്യം എന്ന് വെച്ചാൽ അതിലുണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബ്രൗണിയാണിത്. അതും വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്